നമസ്കാരം. ടെർബോ എന്ന സിനിമയുടെ വൻപൻ വിജയത്തിന് ശേഷം മമ്മൂക്കയുടെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂലൈ 1-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. തമിഴിലെ പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ ഈ ഒരു ചിത്രം എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ മലയാള ചിത്രം കൂടിയാണിത്. തമിഴിലും മലയാളത്തിലും ഒരേ സമയമായിരിക്കും ചിത്രം ചിത്രീകരിക്കുക. അതിനിടയിൽ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയെ എത്താൻ പോകുന്നത് നയൻതാര എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നയൻതാര ചിത്രത്തിൽ നിന്നും പിന്മാറി എന്നാണ്. ഈ ഒരു ചിത്രത്തിൽ നിന്നും നയൻതാരയെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണം നയൻതാരയുടെ സാലറി ഈ അടുത്തിടെ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നു. അതോടൊപ്പം നയൻതാര ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ അഭിനയിക്കാൻ സാധിക്കുന്നുള്ളെന്ന് നയൻതാര അറിയിച്ചിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് നയൻതാരയെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്രധാന കാരണങ്ങൾ. അതിനുശേഷം ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സാമന്തയായിരിക്കും മമ്മൂക്കയുടെ നായികയായി ചിത്രത്തിൽ എത്താൻ പോകുന്നുവെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജൂലൈ 1-ാം തീയതിയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ആ ഒരു അപ്ഡേറ്റ്, ചിത്രത്തിലെ നായിക ആരാകുമെന്നുള്ള അപ്ഡേറ്റ് വരുന്നതായിരിക്കും. നിലവിൽ മമ്മൂക്കയുടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ടെർബോ എന്ന സിനിമയാണ്. ചിത്രം 4-ാം വാരവും വിജയകരമായി തിയേറ്ററുകളിൽ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 87 കോടിക്ക് മുകളിലാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയിരിക്കുന്നത്. ഉടൻ തന്നെ ചിത്രത്തിന്റെ OTT റിലീസും അപ്ഡേറ്റും വരുന്നതായിരിക്കും. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്ക ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.